കേടായ റേഡിയോ വെച്ചിട്ട് ചേട്ടൻ എന്തായി ചെയ്തോണ്ടിരിക്കുന്നേ? റേഡിയോന്റെ കുഴപ്പമൊന്നുമല്ല, സിഗ്നൽ കിട്ടാത്തോണ്ട് പാർവതി. ആദ്യം മോൻ ഇതങ്ങ് കുടിച്ചേ. എന്താ ഇത്? മൂലിക കഷായം. കഷായോ? ഞാനെന്തിനാ കഷായം കുടിക്കുന്നേ? ഇന്നാ വെള്ളം കൊണ്ടുവന്ന ആളോട് ദേഷ്യപ്പെട്ടതുപോലെ ഇനി ആരോടും ദേഷ്യപ്പെടരുത്. ഈ കഷായം അങ്ങോട്ട് കുടിച്ചാ ചേട്ടൻ ഇനി ആരോടും ദേഷ്യപ്പെടാൻ തോന്നില്ല. ഇതാ കുടിക്കേ. അവൻ വായി തൊന്നേക്ക് വിളിച്ചു പറഞ്ഞിട്ടല്ലേ ഞാൻ അവനോട് വഴക്കാൻ പോയത്. നമ്മൾ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഇങ്ങനെ ഇല്ലാതാക്കുമ്പോ എല്ലാവരും അതങ്ങനെ അംഗീകരിച്ചു തരണമെന്നില്ല. ഇതുവരെ വെള്ളം കൊണ്ടുവന്നിരുന്ന ആൾക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വഴക്കിടാൻ പോയാ നമ്മളായിട്ട് ജനങ്ങൾക്ക് ചെയ്യേണ്ട നന്മകളെല്ലാം ഇല്ലാതായി പോവും. കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടിരുന്ന ഈ നാട്ടിലെ ആൾക്കാർ ഇന്ന കിണറ്റിൽ നിന്ന് വന്ന ഉറവ കണ്ട് സന്തോഷിച്ച് മതിമറന്ന് നിന്നതിന്റെ മുന്നില് ഈ പ്രശ്നങ്ങളൊക്കെ വെറും നിസ്സാരമല്ലേ ഏട്ടാ? നമുക്ക് ഈ ഗ്രാമത്തിൽ തങ്ങാനിടം നൽകിയ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെപ്പറ്റി മാത്രമേ ഓർക്കാവൂ. അതുകൊണ്ട് ചേട്ടൻ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതിനെ ഒന്നും എതിർക്കാൻ നിൽക്കാതെ ആളുകളുടെ നന്മയെപ്പറ്റി മാത്രമേ ചിന്തിക്കാവൂ. മനസ്സിലായോ? എന്താ എന്നോടൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നേ? കുടിവെള്ളത്തിന് പോലും കാശ് ചോദിക്കുന്നവരോട് സംസാരിച്ചിട്ട് എന്താ ഏട്ടാ കാര്യം? ഏട്ടൻ പറഞ്ഞ ഞാൻ അനുസരിക്കാം. ആഹാ, കണ്ടില്ലേ പാർവതി, നീ ഒന്ന് ചിരിച്ചപ്പോഴേക്കും റേഡിയോക്ക് വരെ സിഗ്നൽ കിട്ടി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുഷമ മോഹൻ. മേൽപ്പത്തൂർ മലയടിവാര ഗ്രാമങ്ങളിൽ വിഷപ്പാമ്പ് കടിയേറ്റു മരിച്ചവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന സംഭവിച്ചിരിക്കുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. പാമ്പ് കടിയേറ്റു മരിച്ചവരുടെ മുറിവുകൾ പരിശോധിച്ചതിൽ നിന്ന് നാഗയിനങ്ങളുടെ പട്ടികയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അപൂർവ ഇനം നാഗത്തിന്റെ കടിയേറ്റാണ് ഇവർ മരിച്ചിരിക്കുന്നതെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. മരിച്ചവരുടെ ശരീരത്തിലെ വിഷാംശം പരിശോധിച്ചതിൽ നിന്ന് അതീവ വീര്യമുള്ള വിഷമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. മേൽപ്പത്തൂർ മലയടിവാര ഗ്രാമങ്ങളിൽ നടന്ന ഈ അത്യാഹിതത്തിന്റെ തുടർച്ചയായി തെക്ക് ദിശയിലുള്ള ഗ്രാമനിവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വനപ്രദേശത്തുകൂടിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. ഭീതിയിലാണ്ട ഗ്രാമവാസികൾ വീട് വിട്ടു പലായനം ചെയ്ത ഒറ്റപ്പെട്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ ഘടകകക്ഷി യോഗം നിന്റെ നാഗവംശത്തിൽപ്പെട്ടവർ നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാ അവരിപ്പോ കണ്ണി കണ്ടവരെയൊക്കെ കൊത്തിക്കൊന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മളെ വേണം ശ്രദ്ധയോടെ ഇരിക്കാൻ. മേൽപ്പത്തൂർ മലയടിവാരത്ത് അവരെത്തിക്കഴിഞ്ഞു എന്ന് വാർത്ത വന്ന സ്ഥിതിക്ക് നമ്മളുള്ള ഗ്രാമത്തിലേക്കായിരിക്കും അവരുടെ അടുത്ത നീക്കം. ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഇവിടെ തന്നെ കഴിയാന്ന കരുതിയതും ഇനി അതിനും പറ്റില്ല. നമ്മളെയും നമ്മുടെ കുഞ്ഞിനെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വംശജർ നമ്മളെ തിരഞ്ഞെത്തുന്നതിന് മുൻപ് നമുക്കിവിടുന്ന് പോണം. വായട്ടാ, നമുക്കിവിടുന്ന് പോവാം. നമസ്കാരം. അമ്മേ, കുറച്ചു നേരം മുമ്പ് അമ്പലത്തിൽ വെച്ച് പൂജാരിയുടെ ദേഹത്ത് ദേവി കയറി. എന്റെ അംശമായി വാഴുന്ന ഒരുവള് ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അവള് പൂർണ്ണ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയിട്ടും അവൾക്ക് നിങ്ങൾ വളകാപ്പ് നടത്താത്തത് എന്താ? നാളെ തന്നെ അവൾക്ക് എന്റെ സന്നിധിയിൽ വെച്ച് വളകാപ്പ് നടത്തിയിരിക്കണം. ഇത് മുത്തുമാരിയമ്മയുടെ ആജ്ഞയാണ് എന്നാണ് അമ്മേ പൂജാരി പറഞ്ഞത്. അമ്മേ, ഞങ്ങൾക്ക് തോന്നാത്ത കാര്യമാ മുത്തുമാരിയമ്മ ഞങ്ങൾക്ക് കാട്ടി തന്നത്. അതുകൊണ്ട് അമ്മയുടെ സന്നിധി വെച്ച് ഞങ്ങൾ വളകാപ്പിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കുക. ആ കാര്യം പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നത്.
ഈ ഗ്രാമത്തിലുള്ള അസുഖങ്ങളെല്ലാം അകറ്റി ഉറവയുള്ള സ്ഥലവും കാണിച്ചു തന്ന് ഞങ്ങളുടെ എല്ലാ പ്രശ്നവും അകറ്റി അമ്മയ്ക്ക് എന്ത് പ്രത്യുപകാരം ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോ മുത്തുമാരി അമ്മ തന്നെ വന്ന് വളകാപ്പ് നടത്താൻ പറഞ്ഞ് വഴി കാട്ടിയിരിക്കുക. അമ്മേ, നാളെ 9 മണി മുതൽ 10 മണി വരെ നല്ല സമയമാണ്. ഞങ്ങൾ കൊട്ടും കുരവയൊക്കെ ആയിട്ട് വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. സമ്മതിച്ചൊന്നൊരു വാക്ക് അമ്മയിൽ നിന്ന് കേട്ടാൽ മതി ഞങ്ങൾക്ക്. ഇപ്പോഴത്തെ ഈ അവസ്ഥ മനസ്സിലാക്കാതെ ഇവരിങ്ങനൊരു തീരുമാനം എടുത്തു വന്നാൽ എന്താ ചെയ്യാ? ശരി, ഈ വളകാപ്പ് നടത്തുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. നിങ്ങളുടെ എല്ലാം ആഗ്രഹം പോലെ നടക്കട്ടെ. അമ്മ ശരിയെന്ന് പറഞ്ഞ് കേട്ടില്ലേ? ഒരുപാട് സന്തോഷമായി അമ്മേ. വളകാപ്പ് നടത്തണമെന്ന് അമ്മ തന്നെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഈ വളകാപ്പ് ഈ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ നടത്താൻ പോവുക. ഞങ്ങൾ പോയി അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഒന്ന് ചെയ്യട്ടെ. രാവിലെ തയ്യാറായിരിക്കണേ. ശരി, വാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നേരത്തെ വരണം. നമ്മൾ ഇവിടം വിട്ട് പോവാന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഈ ഗ്രാമത്തിൽ തന്നെ തങ്ങണമെന്ന് മുത്തുമാരിയമ്മ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ നമ്മുടെ കൂടെ തന്നെ ഉള്ളപ്പോ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ വംശജർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കട്ടെ എന്റെ പൊന്നു മോളെ.
രാഘവ, നീ ഇവിടെ നിൽക്ക. നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചാൻ? വീട്ടിലെല്ലാരും നിന്നെ കാത്തിരിക്കുക. നീ ഇങ്ങ് വന്നേ. എല്ലാരും ഉപേക്ഷിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാ എന്നെ തിരിച്ചു വിളിക്കുന്നേ? അമ്മേ, ആരാമ്മ ഇവരൊക്കെ? എന്തിനാ അവര് രാഘവൻ സാറിനെ വിളിക്കുന്നേ? അത് ഞാൻ പറഞ്ഞുതരാടോ. ഈ നിൽക്കുന്ന രാഘവനെ ഞങ്ങളുടെ ജമീൻ കുടുംബത്തിൽ അംഗ. ഞങ്ങളുടെ ആരുടെ സമ്മതം വാങ്ങാതെ ഇവൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ പെണ്ണൊരു സാധാരണ പെണ്ണായിരുന്നെങ്കിലേ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ഇവളൊരു പെണ്ണല്ല, നാഗമാണ്. വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നേ. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിലേ ആ പെണ്ണിനോട് തന്നെ ചോദിക്കും. അമ്മേ, അയാൾ അമ്മയെ പറ്റി പറയുന്നൊക്കെ കേട്ടില്ലേ? അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതെ, ഞാൻ നാഗവംശത്തിൽ പിറന്നവളാ. ഇതുപോലൊരു നാഗത്തിന്റെ കൂടെ മനുഷ്യനെങ്ങനെ ജീവിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ടുപോകാമെന്നോ. രാഘവ, വന്നേ പോവാം. പാർവതിയെ നമ്മുടെ വീട്ടിൽ അംഗമാക്കാമെങ്കിൽ മാത്രം ഞാൻ വരാം, അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഒരു പാമ്പിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്നാണോ നീ പറയുന്നത്? എന്നാൽ ഞാനും അങ്ങോട്ട് വരുന്നില്ല. വാശി പിടിക്കില്ലേ രാഘവ? ഒരാഴ്ചക്കുള്ളിൽ കുലദൈവങ്ങൾക്ക് പടപ്പ് വെക്കാനുള്ളതോ. അതിനുള്ളിൽ നീ വന്നില്ലെങ്കിലേ നമ്മുടെ കുടുംബത്തിന്റെ മാനം കപ്പൽ കയറും. ആലോചിക്കാനൊന്നും ഇല്ല. മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നോ നീ. എന്റെ കുടുംബത്തെക്കാളും എന്റെ കുലദൈവത്തെക്കാളും എനിക്ക് വലുത് എന്റെ പാർവതിയാണ്. എന്ത് സംഭവിച്ചാലും പാർവതി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് അപ്പോഴും പോയി പറഞ്ഞേക്ക്. എടാ, നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിന്നെ ഞാൻ കൊണ്ടുപോകണം. ഇദ്ദേഹത്തിന് മേൽ ആരുടെയെങ്കിലും കൈ സ്പർശിച്ചാൽ ഒരാള് പോലും പിന്നെ ഇവിടുന്ന് ജീവനോടെ പോവില്ല. എന്താടി, പാമ്പാണെന്നുള്ളതിന്റെ അഹങ്കാരം കാണിക്കാം? ഇവിടെ തല്ലിക്കൊന്നിട്ട് അവനെ കൊണ്ട് വാ. ആവശ്യമില്ലാതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ ഒരുത്തിനോടൊന്നും ജീവനോടെ പോവില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ ജീവിച്ചിരിക്കുക അമ്മയുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാൻ സമ്മതിക്കില്ല. കൂടുതൽ ചിലക്കാതെ തിരിച്ചു പോവാൻ നോക്കടാ. ഞങ്ങൾ ജീവിച്ചിരിക്കുക അമ്മയുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാൻ സമ്മതിക്കില്ല. കൂടുതൽ ചിലക്കാതെ തിരിച്ചു പോവാൻ നോക്കടാ. എല്ലാരും കൂടി വന്ന പേടിച്ചു പോന്ന് കരുതിയോ? ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്ന. വെറുതെ തലയിടാൻ നിക്കല്ലേ. ഇനി ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞ നിന്റെ പെടലടിച്ച് തിരിച്ചോളെ. ഇപ്പൊ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ രാജ്യം ഇതിനാരാ നീ അറിയടാ. ഇവളെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. മാമനും കുട്ടി വരുന്നുണ്ട് ഞാൻ. അപ്പൊ നീ തടയുന്നത് എനിക്കൊന്ന് കാണണം. വാടാ. വണ്ടി എടുക്കടാ.
മുത്തുമാരിയമ്മേ, അവരാരെ വേണമെങ്കിലും കൊണ്ടുവരട്ടെ, ഞങ്ങളെല്ലാം അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരിക്കലും അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ടേ, എല്ലാ കാര്യങ്ങളും ഞങ്ങളുണ്ട് അമ്മയുടെ കൂടെ. ഞങ്ങളുണ്ട് അമ്മയുടെ കൂടെ. അങ്ങനെ ഒരു പാമ്പിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്നാണോ നീ പറയുന്നത്? എന്നാൽ ഞാനും അങ്ങോട്ട് വരുന്നില്ല. മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നോ നീ? എന്റെ കുടുംബത്തെക്കാളും എന്റെ കുലദൈവത്തെക്കാളും എനിക്ക് വലുത് എന്റെ പാർവതിയാണ്. എന്ത് സംഭവിച്ചാലും പാർവതി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് അപ്പോഴും പോയി പറഞ്ഞേക്ക്. അദ്ദേഹം എന്നോടൊപ്പം കഴിയുന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ ജീവൻ ആപത്തുള്ളത്. ഏട്ടനെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതാ നല്ലത്. വിറകടിച്ചാൻ പോകുന്നതിൽ പാമ്പ് കടിച്ചാണമ്മേ. കടിച്ച പാമ്പ് പെട്ടെന്ന് പോയി കളഞ്ഞുകൊണ്ട് എന്ത് പാമ്പാണെന്ന് മനസ്സിലായില്ല ഞങ്ങൾക്ക്. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്റെ മോനായത് മയങ്ങി കിടക്കവർ. അമ്മ എങ്ങനെയും രക്ഷിക്കണം. വിറകെടുക്കാൻ പോകുന്നതിൽ പാമ്പ് കടിച്ചാണമ്മേ. കടിച്ച പാമ്പ് പെട്ടെന്ന് പോയി കളഞ്ഞുകൊണ്ട് എന്ത് പാമ്പാണെന്ന് മനസ്സിലായില്ല ഞങ്ങൾക്ക്. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്റെ മോനായത് മയങ്ങി കിടക്കവർ. അമ്മ എങ്ങനെയും രക്ഷിക്കണം. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അമ്മയൊന്ന് രക്ഷിക്കേ. ശരി, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഞാൻ രക്ഷിക്കാം അവനെ. രാഘവേട്ടൻ പൂ പറിക്കാനായിട്ട് തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തോട് പോയി കുറച്ച് നാഗതരി വേര് കൊണ്ടുവരാൻ പറയും. ശരി അമ്മേ. കാർക്കോടക ഇനത്തിൽപ്പെട്ട പാമ്പാണല്ലോ കടിച്ചിരിക്കുന്നത്. അപ്പോഴവർ അടുത്തെത്തി കഴിഞ്ഞു. പാമ്പ് കടിച്ചെന്ന് വൈദ്യര് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഉടനെ തന്നെ ആ വേര് പാമ്പ് കടിയേറ്റ സ്ഥലത്ത് പിഴിഞ്ഞൊഴിക്ക്. ശരി. നിങ്ങൾ പോയി കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരൂ.
മോനെ രമേശ, ദാ എന്റെ മോൻ കണ്ണു തുറന്നു. ദാ, എന്റെ മോൻ, മോനെ. പറഞ്ഞതുപോലെ തന്നെ അവനെ രക്ഷിച്ചു തന്നല്ലോ അമ്മേ, ഒരുപാട് സന്തോഷായി. എന്റെ മോനെ ഒരു ആപത്തും കൂടാതെ രക്ഷിച്ചു തന്നതിന് 1 കോടി പുണ്യം കിട്ടും അമ്മയ്ക്ക്. ഒരുപാട് സന്തോഷമായി അമ്മേ. കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. പേടിച്ചു പോയി നമ്മൾ അമ്മേ. എല്ലാം മാറി. എഴുന്നേറ്റ് നടത്തിക്ക് മോനെ, നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. മോനെ രമേശ, എനിക്ക് രക്ഷപ്പെട്ടടാ മോനെ